ഇന്നത്തെ വീഡിയോ ഒരു LCB ട്രിപ്പിംഗ് ആണ്. ഒരു വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് വിളിച്ചതാണ് ഇവിടേക്ക്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആദ്യമായി നോക്കിയത് മീറ്റർ ബോർഡാണ്. മീറ്റർ ബോർഡിൻ്റെ ഉള്ളിൽ അണ്ണാരിയും തവളയും പല്ലിയും ഒക്കെ താമസാക്കിയിട്ടുണ്ട്. ഇവരാണ് ഇപ്പോൾ അവിടെ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അങ്ങനെ അവരിനൊക്കെ മാറ്റി വെച്ചിട്ട് പതുക്കെ നമ്മളത് കാര്യത്തിലേക്ക് കടക്കുക. അതിനായി അവരെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. എന്നിട്ട് വേണം അത് ചെക്ക് ചെയ്യണമെങ്കിൽ. അങ്ങനെ തവളേനെ പതുക്കെ പുറത്തേക്കാക്കി അണ്ണാങ്കൂടി പതുക്കെ മാറ്റി വെച്ച് അതിനുശേഷം മീറ്ററിന് താഴെയുള്ള ഫ്യൂസും മെയിൻ സ്വിച്ചിലുള്ള ഫ്യൂസുകളും ഊരി മാറ്റിയിട്ട് അകത്തേക്കുള്ള കണക്ഷനിൽ വല്ല പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ ആ മെയിൻ സ്വിച്ച് മീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉള്ളിലേക്കുള്ള വയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ഉള്ളിലേക്ക് ഒന്നും പ്രശ്നങ്ങളായിട്ട് വയറുകൾക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ടും മെഗർ വാല്യൂ കുറവായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഡിവിയുടെ ടോപ്പ് ഊരി മാറ്റിയതിന് ശേഷം ഓരോ റൂമിലും കയറിയിട്ട് ഓരോ സ്വിച്ചുകളായിട്ടും ഇട്ട് നോക്കി. വീട്ടുകാർക്ക് ചില റൂമുകളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ചില സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ. അവർ പറഞ്ഞ സ്വിച്ച് ബോർഡുകളൊക്കെ ചെക്ക് ചെയ്ത് സ്വിച്ചൊക്കെ ഓൺ ചെയ്തൊക്കെ നോക്കിയപ്പോൾ അപ്പോഴൊന്നും ആ വിഷയം കണ്ടില്ല. അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് മോട്ടോറിൻ്റെ സ്വിച്ചും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളായിരുന്നു. അവിടെയൊക്കെ ചെക്ക് ചെയ്തപ്പോഴൊന്നും ആ വിഷയം കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോ റൂമിലും പ്രത്യേകം ചെക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു റൂമിലെ സ്വിച്ച് ഇട്ടപ്പോൾ LCB ട്രിപ്പായി. അത് നോക്കി ചെക്ക് ചെയ്തപ്പോഴും വീണ്ടും പൊന്തിച്ച് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴും ആ വിഷയം കണ്ടില്ല. അങ്ങനെ വീണ്ടും കുറേ ബോക്സുകളും കാര്യങ്ങളും അഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റൂമിലെ എർത്തിനും ന്യൂട്രനും വളരെയധികം വാല്യൂ കുറവായിരുന്നു. ആ വയർ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിയപ്പോൾ അത് നേരെ പോയിരുന്നത് DBയിലേക്കാണ്. ആ വയർ കണക്ഷൻ കൊടുത്തിരുന്നത് റൂമിലെ സ്വിച്ച് ബോർഡിൽ ന്യൂട്രായിട്ടും DBയിൽ എർത്തിലെങ്കിലും ആണ് കൊടുത്തിരുന്നത്. അങ്ങനെ അതഴിച്ച് ക്ലിയർ ചെയ്തപ്പോൾ വീണ്ടും ഞങ്ങൾ അതാണ് പ്രശ്നം വിചാരിച്ചിട്ട് സമാധാനിച്ചു. പക്ഷേ വീണ്ടും ഈ DBയിൽ വാല്യൂ വളരെ കുറവായിട്ട് കാണിക്കൽ തുടങ്ങി. അങ്ങനെ എല്ലാ വയറുകളും ഓരോന്നായി ഊരിയിട്ട് പ്രത്യേകം ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് 1-2 വയറിൽ വളരെയധികം ലീക്കേജ് കാണിച്ചത്. ആ വയറുകൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ DBയുടെ അടിയിൽ കൂടെ പോയിരുന്ന ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലഗ് ഉണ്ടായിരുന്നു. ആ പ്ലഗിൽ നിന്ന് നേരെ കുറച്ച് അപ്പുറത്തേക്കായി ജനലിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗും കൂടി അഡീഷണൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്ലഗിൽ നിന്ന് നേരെ പോയിരുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബെൽ സ്വിച്ചിൻ്റെ ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ആ ബോർഡുകൾ മൊത്തം അഴിച്ചെടുത്തിട്ട് ബെൽ സ്വിച്ചും അഴിച്ച് അപ്പോഴാണ് ഈ ബെൽ സ്വിച്ചിൻ്റെ അടിയിലേക്കായിട്ട് ഒരു പൈപ്പ് പോയിരുന്നു. ഈ പൈപ്പിലൂടെ ആണ് ഈ വയറുകൾ പോയിരുന്നത്. അത് പുറത്തുള്ള ഔട്ട് ഹൗസിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇത് കുറച്ചു കാലം മുമ്പേ എന്തോ അടിയിൽ കൂടെ കൊണ്ടുപോയത് കാരണം ഷോർട്ടായിട്ട് ഈ കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കിയ ഇലക്ട്രീഷ്യന്മാർ ഈ DBയിൽ നിന്നും ഇത് അഴിച്ചു മാറ്റി കൊടുക്കാതെ അപ്പുറത്തുനിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഔട്ട് ഹൗസ് വർക്ക് ചെയ്യിച്ചിട്ട് അവർ പോയിരുന്നു. ഈ ഒരു പ്രശ്നമാണ് ഇവിടെ പ്രധാനമായിട്ട് കിടന്നിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രം ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഈ വീട്ടുകാർക്ക് വരില്ലായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് ഇവിടെ വീട്ടിലെ ആൾ പറഞ്ഞത് ഇത് ഞങ്ങൾ മറന്നു പോയിരുന്നു. ഈ വിഷയം മുഴുവനായിട്ട് ക്ലിയർ ചെയ്ത് എല്ലാം നോക്കി സ്വിച്ചും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി അവിടെ നിന്ന് വരുമ്പോൾ രാത്രി 9:10 മണിയായിരുന്നു. ഇത്രയും നേരം ഈ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവഴിച്ചു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യന്മാരെ വിളിച്ച് അത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വന്ന് അത് ക്ലിയർ ചെയ്തതാണ്. വീഡിയോയുടെ താഴെയായി ഞങ്ങളുടെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതാണ്. എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് DB ഞങ്ങൾ അഴിച്ചപ്പോൾ തന്നെ ആകെ അലമ്പായിട്ടാണ് കിടന്നിരുന്നത്. അതൊക്കെ വൃത്തിയായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി.